ഞാൻ ഈ ഒരു കോൺസെപ്റ്റിലോട്ട് കയറി വന്നിട്ടുള്ളത് 2019 ഡിസംബറിലാണ്. 2020-2021 കാലഘട്ടങ്ങളിൽ COVID-19 എന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ ഒരു ബിസിനസ്സിനെ കേൾക്കാനൊക്കെ നമുക്ക് ഒരു സമയം കണ്ടെത്താൻ കഴിഞ്ഞത്. ട്രഡീഷണൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം, എപ്പോഴും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. കാരണം നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നമ്മൾ മാക്സിമം നമ്മളെ എഫേർട്ടും എനർജിയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാനോ നമുക്ക് ഒരു പക്ഷേ സാധിച്ചോളുന്നില്ല. എല്ലാരെ പോലും തന്നെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്താണ് എന്നുള്ളത്, ഈ ഡയറക്ട് സെല്ലിംഗിൽ എന്താണ് നേട്ടങ്ങൾ എന്നുള്ളതൊന്നും അറിയാതെ ഒരു പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ഞാൻ. ഇതിന്റെ മുന്നേ വേറെ ഡയറക്ട് സെല്ലിങ്ങോ അതല്ലെങ്കിൽ വേറൊരു നെറ്റ്വർക്കോ ഒന്നും ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല. ആദ്യമായിട്ട് കേൾക്കുന്നതും ആദ്യമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ഇരുന്നു കൊടുക്കുന്നതും MI ലൈഫ് സ്റ്റൈൽ എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. എന്തായാലും നമ്മളെ വാർത്തെടുത്തിട്ടുള്ള നമ്മുടെ മെന്ററായിട്ടുള്ള AIG എന്ന ഓർഗനൈസേഷന്റെ ലീഡറായിട്ടുള്ള ബെന്നി സാറിന് ഈ ഒരു അവസരത്തില് നന്ദി അർപ്പിക്കുകയാണ്. എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളൊക്കെ വളരെ സുപരിചിതനായിട്ടുള്ള പാലായി സ്വദേശിയായിട്ടുള്ള ഷെഫീഖ് എന്ന ലീഡറാണ്. ഷെഫീഖ് പാലാഴി. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുമായി വന്നിട്ടുള്ള ലീഡറാണ്. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ സാറിനും നന്ദി പറയാണ്. നമുക്ക് അറിയാം, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എന്ന് പറയുന്ന വാക്കിന് നമുക്ക് ഒരുപാട് തലങ്ങളിലൂടെ അർത്ഥം വെക്കാനുണ്ട്. ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് എഡിഫൈ ചെയ്ത് സംസാരിക്കുക എന്നുള്ളത്. നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആളിനെ നമ്മൾ എന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. മറ്റുള്ള മേഖലയിൽ നമ്മൾ കാണാത്തതും എന്താണ്, നന്ദിയാണ്. എന്നാൽ ഈ ഒരു മേഖലയിലെ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ന് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നതും നല്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് ഏതൊരാളാണെങ്കിലും ഇന്ന് പ്ലാറ്റ്ഫോമിൽ വന്ന് വളർന്ന് ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് എന്നെ കൊണ്ടുവന്നിട്ടുള്ള ലീഡർ എന്ന് എഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ള മേഖലയിൽ നമ്മൾ ഒരാളാണ് നമ്മളെ രക്ഷപ്പെടുത്തിയെങ്കിൽ ആ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളെ ഒരിക്കൽ പോലും നമ്മൾ ഒരാളെ മുന്നിൽ വെച്ചിട്ട് അത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യാറില്ല. എന്നാൽ ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു ഗുരുത്വം, അതല്ലെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എഡിറ്റ് ചെയ്ത് സംസാരിക്കുക. ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് ആര് വളർന്ന് വലുതാവുന്നുണ്ടെങ്കിലും അപ്ലൈന്റെ എന്തായാലും ഒന്ന് സ്മരിക്കാതെ, അപ്ലൈനെ വിളിച്ചു പറയാതെ ഒരു സ്റ്റേജിലും നമ്മുടെ എക്സ്പീരിയൻസ് പറയാറുണ്ടാവില്ല. എന്തായാലും ഞാൻ ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. 5ാമത്തെ വർഷത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 2021-22 നമുക്കറിയാം, ഇന്ന് ഇന്ത്യ മുഴുവനും അതല്ലെങ്കിൽ നമ്മളെ നാട്ടില് നമ്മള് എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ കോവിഡ് എന്ന ആ ഒരു മഹാമാരിയിലൂടെയായിരുന്നു. ആ ഒരു സമയം ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന 2019-20 ഈ ഒരു കൺസെപ്റ്റിലോട്ട് കയറി വന്നിട്ടുള്ള ആളുകൾ പിടിച്ചു നിന്നതിന്റെ ഫലമാണ് ഇന്ന് നിങ്ങളൊക്കെ എത്തി നിൽക്കുന്ന നിങ്ങളുടെ റാങ്ക് എന്നുള്ളത്. ആ ഒരു സമയത്ത് മിക്ക ആളുകളും വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടില് ഇരുന്ന് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്ത്, ഒരുപാട് ആളുകൾ നാട്ടില് സമയമില്ല എന്ന് പറഞ്ഞ ആളുകള് എന്നും അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച്, വൈകുന്നേരത്തെ ടീ ഓർ സ്നാക്സും നൈറ്റിലെ ഫുഡും കഴിച്ച് വീട്ടില് പറയുന്ന രീതിയിൽ നമ്മൾ ആസ്വദിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഒരു വരുമാന മാർഗങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് വരാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരാനും വാങ്ങാനും ഒരുപാട് പ്രതിസന്ധികളൊക്കെ അനുഭവിച്ച സമയത്ത് ഒരുപാട് ആളുകൾ എൻജോയ് ചെയ്തത് വീട്ടിലുള്ള ചക്കയും അതേപോലെ തന്നെ ചിക്കനൊക്കെ വാങ്ങി ബക്കൻ ചിക്കനും പല രീതിയിലും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു കൺസെപ്റ്റിലോട്ട് കയറി നിന്ന് ഈ ഒരു കൺസെപ്റ്റിലേക്ക് നിന്നതിന്റെ മുമ്പേ ചെയ്ത ബിസിനസ്സിൽ ഒരു വലിയ വരുമാനം വരാതിരിക്കുന്ന ഒരു സർവീസ് സെക്ടറിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കോഴിക്കോട് സിറ്റിയിൽ ഒരു ട്രാവൽസ് എന്ന ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്റെ നേരത്തെയുള്ള ജോലി. നമുക്കറിയാം, ഇന്ന് ട്രാവൽസ് എന്ന രീതിയിൽ നടത്തുന്ന സമയത്ത് നമുക്ക് ഒരു പക്ഷെ ഒരു സർവീസ് ആണ്. അത് എന്തായാലും നമ്മൾ ജനിച്ചാലും മരിച്ചാലും നമ്മൾ എന്തായാലും ഒരു വാഹനത്തിനെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ആ കോവിഡിന്റെ സമയത്ത് ഒരു സർവീസ് ആയിട്ടുള്ള ആ ഒരു കാര്യം പോലും, ഈ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യമാണ് ജനനവും അതേപോലെ തന്നെ മരണവും. ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമായിട്ട്
നമ്മൾ അമ്പലങ്ങളിലോ അല്ലെ പള്ളികളിലോ പോകും. മരിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മളെ കുടുംബത്തിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയാകുന്ന സമയത്ത് ഒരു സർവീസ് എന്തായാലും ഒരു വാഹനത്തിന്റെ ആശ്രയിച്ചിട്ടിരിക്കും. ആ ഒരു രണ്ട് കാര്യം, വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം പോലും നടക്കാത്തൊരവസ്ഥയിൽ വന്ന സമയത്താണ് പാസീവ് ഇൻകം എന്നുള്ളത്, അതല്ലെങ്കിൽ ആക്റ്റീവ് ഇൻകം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു സമയത്ത് നമ്മളെ കമ്പനി നമുക്ക് തന്നിട്ടുള്ള ID കാർഡ് ഉപയോഗിച്ചിട്ട് വന്ന ടീമിലേക്കും പുതിയ ആളുകളിലേക്കും നമ്മളെ കമ്പനിയെ പറ്റിയും നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയും ഒന്ന് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതിന്റെ ഫലമാണ് ഇന്ന് നിൽക്കുന്ന RTC എന്ന റാങ്ക് കഴിഞ്ഞ് NTC എന്ന റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് വീണടം വിഷ്ണുലോകം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പല ആളുകളും ഈ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുള്ള ആളുകളോ ഈ ഇറങ്ങാൻ പറ്റൂല, പോകാൻ പറ്റൂല, കണ്ടെയ്ൻമെന്റ് സോൺ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ID കാർഡ് ഉപയോഗിച്ചിട്ട് ഇന്ന് കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിലും കോഴിക്കോട് അതല്ലെങ്കിൽ നമ്മളെ ഈ സറൗണ്ടിലൊക്കെ പല പ്രശ്നങ്ങളും, ആളുകളെ റോഡിൽ തടഞ്ഞു വെച്ച് പോലീസുകാർ പോകാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ID കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് അന്ന് ഇറങ്ങി വർക്ക് ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് ഈ രീതിയിലൊക്കെ എത്താൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്, ഒരു പുതുതായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്കറിയാം എന്ത് കാര്യത്തിനും ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് വേണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പാട്ട് പഠിക്കുന്ന സമയത്ത് സപ്തസ്വരങ്ങൾ എന്താണ്, സപ്തസ്വരങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളറിയാം സരിഗമ എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ ആദ്യം പഠിക്കാന്നുള്ളത്. ഇനി ഡാൻസ് ആണെങ്കിൽ നമുക്കറിയാം ആദ്യം ചുവടുറപ്പിക്കുക എന്നുള്ളത്, തട്ടടവ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ ഡ്രൈവിംഗിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്താണ് ആക്സിലേറ്റർ, എന്താണ് ബ്രേക്ക്, എന്താണ് ക്ലച്ച് എന്നുള്ളത്. ഏത് കാര്യത്തിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് ഉണ്ടാവണം. എന്നാൽ ഈ ഒരു കൺസെപ്റ്റിലും ഈ ഒരു പ്ലാറ്റ്ഫോമിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കാം? നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പുതുതായിട്ട് കടന്നു വന്നിട്ടുള്ള ആളുകളോട് അവരവരുടെ അപ്ലൈൻ ആയിട്ടുള്ള ലീഡർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു മന്ത്രമാണ്, എന്ത്, നിങ്ങള് മീറ്റിങ്ങിന് വരണം, മീറ്റിങ്ങിന് കയറണം എന്നുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇന്ന് മീറ്റിങ്ങിന് വരിക, മീറ്റിങ്ങിന് കയറുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മീറ്റിംഗ് മേക്സ് മണി. മീറ്റിങ്ങിലൂടെ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം, മീറ്റിംഗ് മേക്ക് മണി. ഈ ഒരു ബിസിനസിന്റെ വലിയ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വശം തന്നെയാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പല ആളുകളും ഒരു ന്യൂക്കമറോട് പറയുന്ന സമയത്ത് കേട്ടത് തന്നെയല്ലേ കേൾക്കാനുള്ളത്, എന്താണ് ഇപ്പൊ പുതുതായിട്ട് കേൾക്കാനുള്ളത്? നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ്, നേരത്തെ തന്നെ സുരേന്ദ്രൻ സാർ പറഞ്ഞു, ഇന്നലെ നിങ്ങൾക്ക് മോർണിംഗ് മീറ്റിൽ പറഞ്ഞതല്ല ഇന്ന് ഞാൻ വന്ന് പറയുന്നത്. അതേപോലെയാണ് വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് നമ്മളെ നോളജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു പക്ഷെ കേട്ടത് തന്നെയാണ് നിങ്ങൾക്ക് കേൾക്കാനുള്ളത്, പക്ഷെ വ്യത്യസ്ത രീതിയിലായിരിക്കാം, വ്യത്യസ്ത എക്സ്പീരിയൻസുകളാണ് നമ്മുടെ ലീഡേഴ്സിന്റെ മുന്നിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള പല ആളുകളും മനസ്സിലാക്കുക, നിങ്ങൾ GTS നിങ്ങൾ കേട്ടതാണ്, GTS നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതാണ് എന്നാണ് ആ GTS മറ്റുള്ള ഒരാളിനോട് നമ്മൾ നോക്കി അയാളുടെ കണ്ണിൽ നോക്കി സംസാരിച്ചിട്ട് അയാളെ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രാപ്തനാവുന്നത്. അന്നാണ് നമ്മൾ ആ GTS എന്തായിട്ടുള്ളൂ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ താമരശ്ശേരി GTSലേക്ക്, ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ താമരശ്ശേരി GTSൽ ഉണ്ടാവുന്ന ആളാണ്. ഇന്നും ഞാൻ താമരശ്ശേരി GTSലുണ്ട്. ഞാൻ ഇതുവരെ നമ്മളെ കമ്പനി GTSലോ അതല്ലെങ്കിൽ ഒരു ടീമിന്റെ GTSലോ പോയിട്ട് GTS പ്ലാൻ പ്രസന്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അവിടെ വന്ന സമയത്ത് ഞാൻ നേരത്തെ എത്തി, എന്നോട് GTS പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനത് GTS ബൈഹാർട്ട് പഠിച്ചതോ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ GTS എടുത്തിട്ടുള്ള എക്സ്പീരിയൻസോ അല്ല. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് 1 ആവർത്തനങ്ങളും, 2 കൂടിച്ചേരലുകളും, 3 ഓർമ്മപ്പെടുത്തലും. ആവർത്തനങ്ങളും കൂടിച്ചേരലുകളും ഓർമ്മപ്പെടുത്തലുമാണ് ഈ ഒരു ബിസിനസ്സിന് വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നിരന്തരമായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു GTS, ഞാൻ അവിടുന്ന് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അന്ന് അവിടെ നിന്നിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറയാറുണ്ട്, സുദീർഘമായിട്ടുള്ള ബുദ്ധിയേക്കാൾ നല്ലതാണ് ഒരു പേനയും അതല്ലെങ്കിൽ ഒരു ഡയറിയോ ഒരു പേനയോ എന്നുള്ളത്. എന്ന് പറഞ്ഞാല് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നതിന് ശേഷം ഓൾമോസ്റ്റ് 5ാമത്തെ ഡയറിയാണ് എന്റെ കയ്യിലുള്ളത്. 2019 ഡിസംബറിൽ വന്നു,
ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് ഞാൻ ആദ്യം കേട്ടത് GTS ആണ്. രണ്ടാമത് കേട്ടത് ഞാൻ FSS ട്രെയിനിങ് ആണ്. അന്ന് എന്റെ അപ്ലൈൻ എന്നോട് പറഞ്ഞു, സാറേ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു ബുക്കും പേനയും എടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ച് ജോലി നിലവിൽ ട്രഡീഷണൽ ബിസിനസ് ആയിരുന്നു, ട്രാവൽസ് ആയിരുന്നു. ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാനൊരു എഞ്ചിനീയർ ആണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇനി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബുക്കും പേനയും ഡയറിയായിട്ട് ഒന്ന് എഴുതാനോ അതല്ലെങ്കിൽ പഠിക്കാനോ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ വിലയിരുത്തുന്നത് വേറൊരു രീതിയിലായിരിക്കും. അതുകൊണ്ട് എന്തായാലും ബുക്കും പേനയും ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുന്നില്ല, ഞാൻ വരുന്ന വഴിയിലുള്ള ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ബുക്കും പേനയുമാണ് ഇന്ന് ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് 5ാമത്തെ ഡയറിയിൽ എത്തിയിരിക്കുന്നത്. നിങ്ങളും മനസ്സിലാക്കുക, നിങ്ങളെ കയ്യിലും വേണം ഇതിന്റെ ഒരു ടൂള്. ഏതൊരു ജോലിക്കും എന്തുണ്ട്, അതിന്റെ ഒരു ടൂൾ ഉണ്ട് അല്ലെ. നമ്മൾ ഇന്ന് ഒരു സ്കൂളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗ് കൊണ്ട് പോകും, അതിന്റെ അകത്ത് ബുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ അതിന്റെ അകത്ത് നമുക്ക് ടിഫിൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഉണ്ടാവും. ഇനി ചെത്തിക്കെട്ടിന് പോകുന്ന ആളാണെങ്കിൽ, തേപ്പ് പടവിന് പോകുന്ന ആളാണെങ്കിൽ അയാളെടുത്ത് കുമ്മായക്കത്തി, അതേപോലെ തന്നെ ചട്ടി, അതേപോലെ തന്നെ ചട്ടകം, അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂളും ഉണ്ടാവും. ഒരു ഡോക്ടർ ആണെങ്കിൽ സ്റ്റെതസ്കോപ്പ്, ഒരു വക്കീലാണെങ്കിൽ കോട്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് വേണ്ടതാണ് ഒരു ടൂള്. ആ ടൂൾ എന്താണെന്നുള്ളത് നിങ്ങൾ പല ട്രെയിനിങ്ങിലും കേട്ടതാണ്. ഒരു നല്ല ഒരു പേനയും ഒരു ഡയറിയും, അതേപോലെ തന്നെ നമ്മളെ ബുക്ക്, അതേപോലെ തന്നെ നമുക്കൊരു ബാഗ്, അതേപോലെ തന്നെ നമുക്ക് ഒരു ഡാറ്റ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബിസിനസ്സിന് വേണം. വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു പോകുന്നത് സ്പീഡിലാണെങ്കിലും കൂടി നിങ്ങൾ അത് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നാളുകളിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെയും നിങ്ങൾക്ക് ഇതേപോലെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ, അതല്ലെങ്കിൽ പരിശ്രമിച്ചാൽ നാളുകളിൽ നിങ്ങൾക്ക് മാറാവാം. ഈ ഒരു ബിസിനസ്സിൽ ഒരു ലീഡറായി മാറാം. നമ്മൾ വരുന്ന സമയത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും ഐഡി അടിക്കുന്ന ആ ഒരു സമയം മാത്രമേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നുള്ളൂ. അവിടെ നിന്നും നമ്മൾ എന്തായി മാറണം, നമ്മൾ ഒരു ലീഡറായി മാറണം. ലീഡർക്കുള്ള ക്വാളിറ്റി എന്താന്നുള്ള നിങ്ങൾക്കറിയാം. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ള കഴിവുള്ള ആളുകളെയാണ് നമ്മൾ ലീഡർഷിപ്പിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം, ഒരു മീറ്റിംഗിലേക്ക് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ മീറ്റിംഗിൽ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നത് ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മുടെ അപ്ലൈൻ ആയിട്ടുള്ള ലീഡർ കണ്ടെത്തുകയാണ്. ഒരു സ്കൂൾ ലീഡർ ആക്കുന്നതും ഒരു ക്ലാസ് ലീഡർ ആക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. എന്നതുപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊരാളുടെയും മനോഭാവം, ആറ്റിറ്റ്യൂഡ് മാറി നമ്മൾ ഒരു ലീഡർ ആണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഒരാളുടെയും ധാർമ്മിക ഉത്തരവാദിത്വം. അത് ഇന്നാളെ ഏറ്റെടുക്കട്ടെ, ഇന്നാളെ ചെയ്യട്ടെ എന്നുള്ളതല്ല. എന്റെ ടീമിനെ, നമുക്ക് എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ മുകളിലോട്ട് നമുക്ക് ട്രീ കുത്തിയാൽ നമ്മൾ കാണുന്നില്ല, നമ്മുടെ താഴോട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മളെ ട്രീ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ താഴെയുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണ് ആ ടീമിന്റെ ലീഡർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നമ്മളോട് ചോദിക്കാൻ നിങ്ങളെ ലീഡർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലീഡർ ഷെഫീഖാണ് എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ സ്പോൺസറാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട ഈ ദൈവത്തിന്റെ കരസ്പർശം ഏറ്റിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ ആ ഒരു നോട്ടം കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള സ്പോൺസറാണ് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത്. ലീഡർ മീൻസ് നമ്മളാണ് നമ്മുടെ ടീമിന്റെ ലീഡർ. ആ ഒരു ചിന്താഗതിയിൽ വേണം നമ്മൾ മുന്നോട്ടേക്കുള്ള യാത്രകൾ. അങ്ങനെ ലീഡർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ്ങും മീറ്റിങ്ങും കേട്ട് ഇതിന്റെ അകത്ത് എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ അത് നിങ്ങൾ മനസ്സിൽ ഓർമ്മപ്പെടുത്താതെ നിങ്ങൾ ഒരു ബുക്കോ ഡയറിയോ എടുത്തിട്ട് അതിന്റെ അകത്തേക്ക് നിങ്ങൾ എഴുതി വെക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, മറിച്ചു നോക്കാം. ഞാൻ ഇന്ന് നേരത്തെ കിട്ടിയിട്ടുള്ള ഒരുപാട് ഡയറിയിൽ നിന്നും ഒരു പാർട്ട് ഞാൻ എഴുതിയിട്ട് ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കും നാളുകളിൽ നിങ്ങളെ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉപാധികളൊക്കെ നിങ്ങളും സ്വീകരിക്കണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, മറ്റുള്ള മേഖലകളിൽ കോപ്പി അടിക്കുക എന്ന് പറയുന്നത് നമ്മൾ പുറത്താണ്. സ്കൂളാണെങ്കിലും ശരി, കോളേജിലാണെങ്കിലും ശരി, മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് നോക്കി ജീവിച്ചാൽ നമുക്ക് ചിലപ്പം ഒരു പക്ഷേ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാം. എന്നാൽ ഡയറക്ട് സെല്ലിങ്ങിൽ നമ്മളോട് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറയുന്നത്. എന്താണോ നമ്മുടെ ലീഡർ നമ്മളെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത് അത് നിങ്ങൾ കോപ്പി അടിച്ചുകൂടാ. ഡ്യൂപ്ലിക്കേഷൻ, ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്?
ഡ്യൂപ്ലിക്കേഷൻ ആണ്. സ്കില്ല് പല രീതിയിലും പല ആളുകൾക്കും ഉണ്ടാവാം. എനിക്ക് ചിലപ്പോൾ പ്രസന്റേഷൻ സ്കിൽ ഉണ്ടാവാം, എനിക്ക് ചിലപ്പം റിക്രൂട്ട്മെന്റ് സ്കിൽ ഉണ്ടാവാം, എനിക്ക് ചിലപ്പോൾ റീറ്റെയിൽ സ്കിൽ ഉണ്ടാവാം. എന്തെന്നെയാണെങ്കിലും നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള വിജയിച്ച ആളുകൾ എന്താണോ കാണിച്ചു തന്നിട്ടുള്ളത് അത് നമ്മൾ അങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമ്മളതായിട്ടുള്ള പുതിയ പഠിത്തങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. ഞാൻ നേരത്തെ ഏതെങ്കിലുമൊക്കെ ലീഡർമാർ പറഞ്ഞതും എക്സ്പീരിയൻസും തന്നെയാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആക്കി ഞാൻ അതെന്ത് ചെയ്തത് മുതൽക്കൂട്ടാക്കി മാറ്റുന്നത്. നാളുകളിൽ നിങ്ങളും മനസ്സിലാക്കുക, ഞാനോ അതല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ആളുകളോ അതല്ലെങ്കിൽ ഫിസിക്കലി വന്നിട്ടുള്ള ആളുകളോ പറയുന്ന എക്സ്പീരിയൻസ് ആണ് നാളുകളിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂവലാക്കി മാറ്റാനുള്ളത്. നിങ്ങൾക്ക് ഓടാനുള്ള എനർജി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടാനുള്ള ഫ്യൂവൽ ആക്കി മാറ്റാനുള്ളതാണ് ഈ പറയുന്ന മുമ്പേ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്ന ഓരോ ആളുകളുടെയും എക്സ്പീരിയൻസ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ അത് നിങ്ങളൊരു ആരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. നമുക്കൊരു മെൻഡറെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഉമ്മർ സാറിനെ മെൻഡറാക്കാം, വേണമെങ്കിൽ നമുക്ക് ബിജു സാറിനെ മെൻഡറാക്കാം. മെൻഡർ കോഡ് എന്ന് പറയുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് അച്ഛനെയും അമ്മയെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, എന്നാൽ നമ്മളെ അമ്മായി അപ്പനെയും അച്ഛനെയും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞ നമുക്ക് ഒരു മെൻഡറെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ എന്റെ ഷെഫീഖ് എന്ന എന്റെ അപ്ലൈൻ ആണ് എന്റെ ഒരു റോൾ മോഡലായിട്ട് ഞാൻ സെലക്ട് ചെയ്തത്. ആൾ എന്താണോ ഈ ഒരു ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നാളുകളിൽ നിങ്ങളും മനസ്സിലാക്കുക, നിങ്ങളും അത് തന്നെയാണ്. വിജയിച്ച ആളുകളെ നമ്മൾ മെൻഡറാക്കാം. വിജയിച്ച ആളുകളെ നമ്മൾ മെൻഡറാക്കുന്ന സമയത്ത് ആൾ എങ്ങനെയാണോ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്, നാളുകളിൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു നേട്ടത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ മാത്രം കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരാളുകളെയും നമ്മളൊരു അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. പല ആളുകളും വെളിച്ചം മറഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്. പല കഴിവുണ്ടെങ്കിൽ കൂടിയിട്ടും എനിക്കിതൊന്നും സാധിക്കില്ല, ഞാൻ നാട്ടില് ഇങ്ങനെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരെന്ത് വിചാരിക്കും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ കല്യാണം വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ കല്യാണമാണെങ്കിൽ ശരി, അയാള് കലവറയിൽ നിന്നും തിരിഞ്ഞു കളിക്കും. പുറമെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടേക്ക് വരൂല. കാരണം ആളിന് മടിയായിരിക്കും നാലാളുകളുടെ മുന്നിലേക്ക് കയറാനോ ഇരിക്കാനോ സംസാരിക്കാനോ പറയാൻ. ഏതൊരാളുകളുടെയും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു കൺസെപ്റ്റ് വളരെ അത്യുത്തമമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇന്ന് പല ആളുകളും പല രീതിയിലും പല ആളുകളെ മുന്നിലേക്ക് വരാനും സംസാരിക്കാനും മടിച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ജീവിതം നമുക്ക് ദൈവം ഒരു സമയത്ത് നമുക്ക് ഈ ഭൂമിയിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആളുകൾക്കും ഓരോ കാര്യത്തിൽ ഓരോ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മൾ ഇന്നിവിടെ ദരിദ്രനായിട്ട് മരണത്തിലേക്ക് പോകുന്നത്. നമ്മുടെ കഴിവിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു വിദ്യാലയത്തിലൂടെ നടക്കും എന്നുള്ളതാണ്. ഞാനൊന്നും ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി മനസ്സിലാക്കാനോ ഇതേപോലെ സംസാരിക്കാനോ ഈ പറയുന്ന നെറ്റ്വർക്ക് എന്താണോ എന്നറിയാത്ത എന്നെ നമ്മുടെ AIG എന്ന് പറയുന്ന നമ്മുടെ ഓർഗനൈസേഷനിലൂടെ ഇതേപോലെ സംസാരിക്കാനും ഇതേപോലെ കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തത് നമ്മുടെ AIG എന്ന് പറയുന്ന നമ്മുടെ ടീമിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്, അതല്ലെങ്കിൽ ടീമിന്റെ മാത്രം ഒരു കഴിവാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഈ ഒരു മീറ്റിംഗ് അതല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നാളുകളിൽ നിങ്ങളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഓരോ ആളുകളും വിശ്വസിക്കുക. കാരണം പല ആളുകളും ഞാൻ ഈ ഒരു ബിസിനസ്സിൽ സ്റ്റാർ ആവുമോ അങ്ങനെ ചിന്തിച്ച ആള് ഇന്നിവിടെ ബ്രോൺസും സ്റ്റാറും TCയുമായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല, ജാതി ഒരു പ്രശ്നമല്ല, നമ്മുടെ മതം ഒരു പ്രശ്നമല്ല, നമ്മുടെ കഴിവ് നമ്മുടെ ഒന്നുമേ ഇവിടെ എന്തില്ല, ഒരു പ്രസക്തി ഇല്ല. നമ്മളെ ഈ ഒരു ബിസിനസ്സിനെ എന്തുകൊണ്ട് ഏറ്റെടുക്കുക എന്നുള്ളത്, മനസ്സുകൊണ്ട് ഏറ്റെടുക്കുക എന്നുള്ളതും ബുദ്ധി കൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഒരു മനുഷ്യനെ നമ്മൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന നാടുകളിലും വീടുകളിലും കുടുംബത്തിലും ഒരു പക്ഷേ നമ്മൾ മാറ്റി നിർത്തപ്പെട്ട കഥാപാത്രമാണെങ്കിൽ നാളുകളിൽ നിങ്ങൾ ആ കുടുംബത്തിലും ആ സമൂഹത്തിലും നിങ്ങൾ ഒരു സെലിബ്രിറ്റി ആയി മാറുന്ന, നാളുകളിൽ നിങ്ങളെ വാഴ്ത്തപ്പെടുന്ന രീതിയിലേക്കാവുന്ന ഒരു കൺസെപ്റ്റിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോ ആളുകളും മനസ്സിലാക്കുക. ഞാനൊക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ പറയുന്ന റീജിയണൽ ടീം കോർഡിനേറ്റർ ആവുമോ അതല്ലെങ്കിൽ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആവുമോ. ഞാൻ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു നിന്ന് ഈ സിസ്റ്റത്തിനെ ഫോളോ ചെയ്ത സമയത്ത് ആയിക്കഴിഞ്ഞു. നാളുകളിൽ നിങ്ങളും
ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരിക. ഈ ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതാവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ കൺസെപ്റ്റിലോട്ട് വന്നിട്ടുള്ള ഒരാളുകൾ മനസ്സിലാക്കുക, മറ്റുള്ള മേഖലകളിൽ നമ്മുടെ സമയവും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ കൊടുത്തു. ആ കൊടുത്തെടുത്തു നിന്നും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല ചെയ്യേണ്ടത്, നിങ്ങളുടെ സമയമാണ് നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ട്രഡീഷണൽ ബിസിനസ്സിൽ സമ്പത്തും അല്ലെങ്കിൽ സാമ്പത്തികമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ബിസിനസിനെ മനസ്സിലാക്കാനും പഠിക്കാനും വളരെ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. നമുക്കറിയാം, ഒരു GTS കേൾക്കാൻ 30 രൂപ, ഒരു ട്രെയിനിങ് കേൾക്കാൻ 300 രൂപ, ഒരു RTP പോലത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ RR പോലത്തെ ട്രെയിനിങ് കേൾക്കാൻ ഒരു 3000 രൂപ. നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ ചുരുങ്ങിയ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടാണ് വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ജനിച്ചു മരണം വരെ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ശ്വാസരിക്കണം, ഭക്ഷണം കഴിക്കണം, സംസാരിക്കണം. അത് ഇതല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ ഉള്ള സമയം നമ്മൾ ഈ ഒരു ബിസിനസിനെ മനസ്സിലാക്കാനും സംസാരിക്കാനും മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനും നമ്മളൊന്ന് ഇനീഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നാളുകളിൽ ഇതേപോലെ മാറ്റങ്ങൾ നമുക്ക് ഓരോ ആളുകൾക്കും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്നതിന്റെ ഉദ്ദേശം. നമ്മൾ മനസ്സിലാക്കുക, ഒരു റാങ്ക് നമുക്ക് ഇവിടെ പറയാറുണ്ട്, പല റാങ്കുകളും നമുക്കുണ്ട്. ഒരു റാങ്ക് മുതൽ ഒരു റാങ്ക് വരെ ഇതിന്റെ ഒരു സിസ്റ്റം പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ടീം കോർഡിനേറ്റർ മുതൽ ഒരു ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ വരെ നിൽക്കുന്ന ആ ഒരു റാങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വന്ന ആളുകളെ നമ്മളുടെ സിസ്റ്റം പഠിപ്പിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ അതിന്റെ മുന്നോട്ടേക്ക് നമ്മൾ അറിയാം, ഒരു DTC മുതൽ STC റാങ്ക് വരെയുള്ള ആളുകളെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ആളുകളൊക്കെ ഈ ഒരു ടീമിൽ വന്നിട്ടുള്ള ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി. ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ RTC മുതൽ NTC വരെയുള്ള ആളുകളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വന്ന ആളുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അവരാണ് നമ്മളെ ഓരോ ആളുകളെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോ ഒരു റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു CTC മുതൽ ITC വരെയുള്ള സമയത്താണ് നമുക്ക് ഇതിന്റെ സത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾ ഓരോ ആളുകൾ നിൽക്കുന്ന റാങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വരുമാനത്തിന്റെ പിറകെ അല്ല ഇപ്പൊ ഓടേണ്ടത്. ഇപ്പൊ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ഒരു TC വരെ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്, നമ്മൾ ഒരു ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഒരു TC ചെയ്യേണ്ടത് ആ ടീമിനെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത റാങ്കിലുള്ള ആളുകൾ ചെയ്യേണ്ടത് ആ വന്ന ആളുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത ആളുകൾ ചെയ്യേണ്ടത് ആ ആളുകൾക്ക് കിട്ടാനുള്ള വരുമാനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മോണിറ്ററിങ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഒരു CTC മുതൽ ITC വരെയാണ് ഈ ബിസിനസ്സിൽ എന്ത് കിട്ടുന്നത്, നമുക്ക് വരുമാനത്തിന്റെ സ്വാദ് അതല്ലെങ്കിൽ വരുമാനം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ആളുകൾക്കും ഇന്ന് ഒരു ചിലപ്പം ഒരു പരാജയമൊക്കെ ഉണ്ടാവും. ഞാൻ ഇത്ര സമയമായില്ലേ വന്നിട്ട് ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഇത്ര വരുമാനം കിട്ടുന്നില്ല. ആദ്യം വരുമാനത്തിന്റെ പിറകെയല്ല പോണ്ടത്, നമ്മളൊരു ടീമിന്റെ പിറകെയാണ് പോണ്ടത്. ടീമിന്റെ പിറകെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് വന്നോളും, വരുമാനം വന്നോളും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ കഴിഞ്ഞ 4 ദിവസമായിട്ട് പ്ലാറ്റ്ഫോമിൽ എന്നെ എത്രയോ ദിവസമായിട്ട് റമീസ് സാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സാറേ ഒരു മോർണിംഗ് മീറ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് വരിക. ഞാൻ 13-ാം തീയതി വിഷു ആഘോഷിക്കാൻ ഇറങ്ങിയതാണ്. 13, 14, 15, 16, ഇന്ന് 17 അല്ലേ. ഇന്ന് രാവിലെയാണ് ഞാൻ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സംസാരിക്കുന്നത്. ഒരു പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും മേഖലയിലാണെങ്കിൽ ഇതേപോലെ 4-5 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഒരു പക്ഷെ ഉണ്ടാവില്ല. ഒരു പേഴ്സണൽ പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ നമുക്കിത് പറ്റുമോ? ഇനി വേറെ എന്തെങ്കിലും കൂലിപ്പണിക്കാണ് പോകുന്നതെങ്കിൽ പറ്റുമോ? അത്രയും ദിവസം ലീവ് ആവുന്ന സമയത്ത് നമുക്ക് വരുമാനമില്ല. എന്നാൽ ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ ഈ 4 ദിവസം മാറി നിൽക്കുന്ന സമയത്തും എന്റെ വീക്കിലും പവറിലും കൂടി ഓൾമോസ്റ്റ് 2.5 ലക്ഷത്തിന്റെ സെയിൽസ് നടന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? എനിക്കൊരു ടീമായി കഴിഞ്ഞു. ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ആ ടീമിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഇന്ന് എന്റെ ഡ്യൂട്ടി. അപ്പോ നിങ്ങൾ ഓരോ ആളുകളും എത്തി നിൽക്കുന്ന റാങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക, ചെയ്യുക. അതല്ലാതെ വരുമാനത്തിന്റെ പിറകെ നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ടീമിനെ നിലനിർത്താനോ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാനോ സാധിക്കാത്ത ലെവലിലേക്ക് മാറും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു പുതിയ ആളുകളോട് നമ്മൾ സംസാരിക്കേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ അത് മനസ്സിലാക്കുക. നമ്മളൊരു പുതിയൊരു വ്യക്തിയോട് സംസാരിക്കേണ്ടത് എന്താണ്, ഉൽപ്പന്നങ്ങളെ ഗുണനിലവാരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് നമ്മുടെ കമ്പനി എന്നുള്ളതും കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ എന്താണെന്നുള്ളതും മറ്റ് ഉള്ള ഉൽപ്പന്നത്തിന്റെ പറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ
ഉൽപ്പന്നത്തിന്റെ വില നിലവാരം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത്. നമുക്ക് നമ്മുടെ കമ്പനിയെ പറ്റിയും നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയും മറ്റുള്ള ആളുകളോട് കൺവീൻസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ അറിയണം. നമ്മൾ ഒരു കാര്യം ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മള് ഒരു മറ്റുള്ള രീതിയിൽ കള്ളത്തരം പറയേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പറയാറുണ്ട് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഞാൻ പറയുന്നത് എന്താണോ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്ന് പല ആളുകളും ടീമിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ കമ്പനിയെ പറ്റിയും നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ശരിയായ വിവരണം നമുക്ക് കൊടുക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൂടെ വരുന്ന ആളുകൾ അതല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മളോട് വാങ്ങാതിരിക്കുന്നത്. നമുക്ക് ആ കമ്പനിയെ പറ്റിയും കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റിയും ആ പ്രൊഡക്റ്റിന്റെ ഗുണനിലവാരത്തെ പറ്റിയും വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താവണം, കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയാറുണ്ട് നമ്മളെ കമ്പനിയിൽ ഇന്ന് മാർക്കറ്റിൽ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഇന്ന് ആർക്കും വിലമതിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ അതെന്താണ് എന്നുള്ളതും അതെന്തിനാണ് എന്നുള്ളതും അതെങ്ങനെയാണ് എന്നുള്ളതും മറ്റുള്ള ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്കിന്ന് എന്ത് നടക്കാത്തത്, നമ്മുടെ വിചാരിച്ച രീതിയിൽ നമുക്ക് ടീമിനെ സെറ്റ് ചെയ്യാൻ പറ്റാതെ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് 6 ഉണ്ട് എന്ന് പറയാറുണ്ട്. നമ്മൾ ആദ്യത്തെ 6 എന്ന് പറയുന്നത് റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിൽക്കാൻ നമുക്ക് സാധിക്കണം. ആദ്യത്തെ 6 അതാണ് റീറ്റെയിൽ. അടുത്ത 6 എന്ത്, റിക്രൂട്ട്മെന്റ്. നമ്മള് പുതിയ ആളുകളെ നമ്മളെ ടീമിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യണം. നെക്സ്റ്റ് 6 റീടെൻഷൻ, നിലനിർത്തുക എന്നുള്ളത്. ഈ 3 കാര്യവും നമ്മുടെ ഈ ഒരു ബിസിനസ്സിലെ ലൈഫ് ടൈം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യത്തെ ഒരു പാർട്ടാണ് റീറ്റെയിൽ ചെയ്യുക എന്നുള്ളത്. ഓൾമോസ്റ്റ് ഒരു STC റാങ്ക് വരെയൊക്കെ നല്ല റീറ്റെയിൽ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ അത്ര റീറ്റെയിൽ നമുക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചോളുന്നില്ല. കാരണം ഒരുപാട് പോക്കറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും നമ്മളുടെ ടീമിലൂടെ. ആ ടീമിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ആവുന്ന സമയത്ത് റിക്രൂട്ട്മെന്റിലേക്ക് നമ്മൾ വല്ലാതെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു RTC മുതൽ അങ്ങോട്ടേക്കുള്ള റാങ്കിലുള്ള ആളുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തായിരിക്കും, നിലനിർത്തുക, റീറ്റെയിൻ ചെയ്യുക. വന്നിട്ടുള്ള ആളുകൾ ഒരു പക്ഷെ കൊണ്ടുവന്നത് ഞാനാണെങ്കിലും ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിൽക്കുന്നത് ഒരു പക്ഷെ എന്റെ മെന്ററെ കണ്ടിട്ടോ അതല്ലെങ്കിൽ വിജയിച്ച ആളുകളെ കണ്ടിട്ടോ ആവാം. നമ്മുടെ സ്പോൺസർ നമുക്കാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ ടീമിൽ അവർ നിൽക്കുന്നത് ഒരു പക്ഷെ ബെല്ലി സാറിനെ കണ്ടിട്ടോ അതല്ലെങ്കിൽ ബിജു സാറിനെ കണ്ടിട്ടോ ഉമ്മർ സാറിനെ കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും. അവര് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഇങ്ങനെയൊക്കെ ആവാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതി. അപ്പം ആ ആളുകളാണ് NTC, CTC, RTC എന്ന റാങ്കിൽ നിൽക്കുന്ന ആളുകളൊക്കെയാണ് റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പം റിക്രൂട്ട്മെന്റും റീറ്റെയിലും റീടെൻഷനും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോവാൻ. പിന്നെ നോർമലി നമ്മൾ വന്നിട്ടുള്ള ആളുകളോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, സാർ എത്ര സമയം വരെയാണ് നിങ്ങൾക്ക് 6:30 മണി വരെയാണോ അതല്ലെങ്കിൽ 7 മണി വരെയാണോ നിങ്ങളുടെ ടൈം? 7 മണി വരെയാണ് സമയം. ഒരു 6:50 വരെ സാറിന് സംസാരിക്കാം. ഞാൻ കുറച്ചും കൂടി സംസാരിക്കും. ഞാൻ വേറൊരു മീറ്റിംഗിൽ പോയിട്ട് കൺക്ലൂഡ് ചെയ്യണം. ഇന്ന് 7:30 മണിക്കാണ് അവിടെ തീരുക. അത് ഞാനാണ് അവിടെ കൺക്ലൂഷൻ, ഇന്ന് എന്റെ പോസ്റ്ററിൽ ഞാനാണുള്ളത്. അപ്പൊ നാളുകളിൽ നിങ്ങളും ഇതേപോലെ തിരക്ക് പിടിച്ച ആളുകളാവും ഈ ഒരു ബിസിനസ്സിൽ. കാരണം നമുക്കറിയാം ഇന്ന് സെലിബ്രിറ്റികൾക്കാണ് തിരക്ക് അല്ലെ. ഒരു പ്രോഗ്രാമിൽ നാടൻ മുറിക്കണം എന്നുണ്ടെങ്കിൽ, ഉദ്ഘാടനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ആളുകൾക്ക് ഭയങ്കര തിരക്കാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും അതേപോലെ തന്നെ നേതാക്കന്മാർക്കാണ് തിരക്ക് എന്ന് പറഞ്ഞ പോലെ RTCയും NTCയും ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് നല്ല തിരക്കാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ആളുകൾ ചിന്തിക്കും ഇതിലിപ്പോ എന്താ ചെയ്യാനുള്ളത്, ഇതിലിപ്പോ എന്താ വർക്ക് ചെയ്യാനുള്ളതെന്ന്. ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം പോലും ഇല്ലാതെ എന്താണ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ വർക്ക് ചെയ്യാനുണ്ട്. അതാണ് നമ്മളെ ഡ്യൂട്ടി നമ്മൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നും നമ്മൾ എൻഗേജ്ഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ നമുക്കറിയാം. നമ്മളെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ടീം ആവുന്നില്ല എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GTS, അത് കഴിഞ്ഞാൽ ഹോം മീറ്റിംഗ്, അത് കഴിഞ്ഞാൽ നമ്മളെ ഈ പറയുന്ന ട്രെയിനിങ്ങുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ഒരു ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ GTS. ആ GTSലേക്ക് നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുവരിക. ആ വന്ന ആളിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹോം മീറ്റിങ്ങുകൾ, അത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ട്രെയിനിങ്ങുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക. ഒരൊറ്റ കോള് വരുന്ന, ഒന്ന് കട്ട് ചെയ്യട്ടെ.
അപ്പൊ ഇന്ന് എനിക്ക് ടീമില്ല എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് വേണം. ലിസ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ആ ആളിനെ തേടി കണ്ടെത്താൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പക്ഷെ ഇത്രയും ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്റെ നാട്ടില്, എന്റെ വീട്ടില്, അല്ല എന്റെ കുടുംബത്തില്. പക്ഷെ അതൊന്നും കാര്യമില്ല. നിങ്ങൾ അത് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ലിസ്റ്റ് നിങ്ങൾ ഒരു ഡയറിയിലേക്ക് എഴുതണം. ഒരു 100-200 ആളുകളുടെ പേര് എഴുതുക. ആ പേരിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക. അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. മിനിമം ഒരു സ്റ്റാറിനോ റൂബി വരെയുള്ള ആളുകളെ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മള് 1 to 1 അതല്ലെങ്കിൽ 2 to 1 രണ്ടാള് പോയിട്ട് ഒരാളെ കൺവീൻസ് ചെയ്യിപ്പിക്കുക, അതല്ലെങ്കിൽ ഒരാള് പോയിട്ട് കൺവീൻസ് ചെയ്യിപ്പിക്കുക. ഈ രീതിയിലൊക്കെ നമുക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യാനും കമ്പനീനെ പറ്റിയും പ്രൊഡക്റ്റിനെ പറ്റിയും നല്ല അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുക. അതാണ് ബിൽഡ് ദ ടീം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഡ്യൂട്ടി, ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് വൺ, 2, ട്രെയിൻ ദ ടീം. ട്രെയിൻ ചെയ്യിപ്പിക്കുക. നമ്മൾ ഓരോ കുട്ടിയും LKG UKG എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ മാറി പോകുന്ന സമയത്തും പല ക്ലാസ്സുകളിൽ നിന്നും നമ്മുടെ കുട്ടീനെ ട്രെയിൻ ചെയ്ത് 10 വരെ പഠിച്ചിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ കിട്ടിയിട്ടുള്ള അറിവാണ് SSLC ബുക്ക്. എന്ന പോലെ തന്നെയാണ് ഈ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 20-ാം തീയതി നമുക്ക് ട്രെയിനിങ് ഉണ്ട്, അടുത്ത 4-ാം തീയതി നമുക്ക് ട്രെയിനിങ് ഉണ്ട്. ഫിസിക്കലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രെയിനിങ്ങുകളും സൂക്ഷ്മ ബുദ്ധിയോടുകൂടി നമ്മൾ പോയിരിക്കുക, കേൾക്കുക, അത് പകർത്തുക, അവിടെ പറയുന്ന കണ്ടന്റുകൾ പകർത്തി എഴുതുക. നാളുകളിൽ വോയിസിലോ കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യുക, കേൾക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇന്ന് വളരെ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഇന്ന് ടീം AIGയുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ധനേഷ് മാധവൻ സാറിനെ നമുക്ക് ഓരോ ആളുകൾക്കും അറിയാം. സാറിന്റെ ലിങ്കുകളൊക്കെ തന്നെ ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാണ്. നിങ്ങൾക്കും അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കുക. അപ്പൊ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. ഓരോ ആളുകളെയും നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. നമ്മൾ വരുന്ന ആളുകൾ മുഴുവനും നമ്മളോട് പറയുന്ന ഒരു വാചകമാണ്, അയ്യോ മീറ്റിങ്ങിനാണ് എന്നോട് പറയരുത്, എന്റെ പരിപാടിക്കൊക്കെ ഞാൻ ഉണ്ട്, പക്ഷെ മീറ്റിങ്ങിൽ എന്നെ വിളിക്കരുത്. മീറ്റിംഗ് മേക്ക് മണി. ഈ ബിസിനസ്സിൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മീറ്റിങ്ങിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാം, കോർഡിനേഷനിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാം. ഒന്നുകിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ആളുകളെ കോർഡിനേറ്റ് ചെയ്യുക. എന്റെ വീട്ടിലും എന്റെ എന്താ പറയാ ഫ്രണ്ട് സർക്കിളും എന്റെ റിലേഷനിലൊക്കെ ഉള്ള ആളുകൾ ആരൊക്കെ ഈ ഒരു ബിസിനസ് കേൾപ്പിക്കാൻ പറ്റും എന്നുള്ളത് കോർഡിനേറ്റ് ചെയ്ത് ആ മീറ്റിംഗിൽ എത്തിക്കുക. വേറൊരു മാർഗവും. അപ്പം ട്രെയിൻ ദ ടീം. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഫിസിക്കലി ട്രെയിനിങ്ങിലൂടെ മീറ്റിങ്ങിലൂടെയും നമുക്ക് ട്രെയിൻ ചെയ്തെടുപ്പിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ ദ ടീം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ടീമിൽ STC മുതൽ അങ്ങോട്ടേക്കുള്ള ആളുകൾ നമ്മുടെ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിൽക്കും എന്നുള്ളത്. അപ്പം നിങ്ങൾ കൊണ്ടുവന്ന ആളായിരിക്കാം, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ആളായിരിക്കാം, പക്ഷെ എന്നെ കണ്ടിട്ടല്ല അവർക്ക് ഒരു സ്പോൺസർ ആവാൻ എനിക്ക് സാധിച്ചു. ആ ടീമിൽ അയാൾ പിടിച്ചു നിൽക്കുന്നത് മറ്റുള്ള ആളുകളെ അയാൾ മനസ്സിൽ എന്താക്കിയിട്ടുണ്ട്, ഒരു മെന്റർ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, പിടിച്ചു നിൽക്കുന്നത്. അപ്പം മെയിൻറ്റെയിൻ ദ ടീം. നമ്മളെ ടീമിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ലീഡർമാരുണ്ട്. അങ്ങനെ ആ ആളിനായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ആള് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് വൺ, ബിൽഡ് ദ ലീഡേഴ്സ്. ഈ വന്നിട്ടുള്ള ആളുകളെ അതിൽ ആരൊക്കെയാണ് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താക്കി മാറ്റണം, ലീഡർമാരാക്കി മാറ്റണം. നമ്മൾ പറയാറുണ്ട്, വരുന്ന ആളുകൾ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ആ വന്ന ആ സമയത്ത് മാത്രമേ അയാൾ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നുള്ളൂ. അയാളെ എത്രയും പെട്ടെന്ന് ആരാക്കി മാറ്റണം, ലീഡറാക്കി മാറ്റണം. അയാളുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു ബിസിനസ് എന്നുള്ളതും, അയാളിലൂടെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് മാറ്റങ്ങളും ഉണ്ടാക്കാനുണ്ട് എന്നുള്ള ഒരു ഉള്ളില് ഒരു തോന്നല് അയാൾക്ക് ജനിപ്പിക്കണം. അപ്പം ഈ 4 കാര്യങ്ങളും നമ്മളെ ടീമിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, പാലാഴിയിൽ നിന്നും അമൃത് കടഞ്ഞെടുത്തതുപോലെ നമ്മുടെ ഉള്ള ടീമിൽ നിന്നും നമ്മൾ ഇതേപോലെ ആളുകളെ കടഞ്ഞെടുക്കണം. ഇന്ന് എനിക്ക് ടീമില്ല അങ്ങനെ പരാതികൾ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഫോർമുലയാണ് ഈ പറയുന്ന 4 കാര്യങ്ങളും. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റി ഇന്നുണ്ട്, ഇല്ലാത്ത ക്വാളിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുള്ള പണി നിങ്ങൾ ചെയ്തോളണം.
വരുമാനം വരുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കേണ്ടത് അല്ലെ. നമ്മൾ പറയാറുണ്ട് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത് എന്താണ്. പല ആളുകളും പറയും എന്താണ് പൈസയാണ്, അതാണ് ഇതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, എന്ത് മേഖലയിലും ഒരു സിസ്റ്റമാണ് വേണ്ടത്. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മൾ തമ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജോലിക്ക് കയറുന്നത്, തമ്പ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ആ 8 മണിക്കൂർ അയാൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു സിസ്റ്റം അവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഷട്ടർ പൊന്തിക്കുന്നത് അതിന്റെ ഓണർ വന്നിട്ടല്ല, അവിടെയും ഒരു സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതും വരുമാനത്തിന്റെ പിറകെ അല്ല നമ്മൾ പോകേണ്ടത്, ഒരു സിസ്റ്റത്തിന്റെ പിറകെയാണ് നമ്മൾ പോകേണ്ടത്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മാറുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഈ ബിസിനസ് എന്താണ് എന്നുള്ളത് പഠിക്കുക. ഒന്നാമത്തതാണ് ഇത് പഠിക്കുക എന്നുള്ളത്. രണ്ടാമത്തതാണ് പഠിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ പഠിച്ചു, നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കുക. 2 കഴിഞ്ഞു. മൂന്നാമത്തത് പരിശീലിപ്പിക്കുക. ഇതേ കാര്യം തന്നെ നിരന്തരമായിട്ടും പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളും ആ കൂടത്തിൽ എന്തായി മാറും, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. നാലാമത്തതാണ് സഹായിക്കുക എന്നുള്ളത്. കാര്യങ്ങൾ മനസ്സിലായിട്ട് ഒരാൾക്ക് ആപ്ലിക്കേഷൻ പുതിയതായിട്ട് കൊടുത്തു, ആപ്ലിക്കേഷൻ എങ്ങനെയാന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയൂല, ആപ്ലിക്കേഷൻ കൊടുത്തു വെച്ചിട്ട് അതിന്റെ അകത്ത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതെങ്ങനെയൊക്കെയാണ്, ജീനോളജി എങ്ങനെയാണ്, BV എങ്ങനെയാണ്, BV ഡീറ്റെയിൽസ് എടുക്കുക എങ്ങനെയാണ്, 1000 രൂപ പർച്ചേസ് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് BV കയറുന്നത്, ഇങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എല്ലാം കൂടി ഒന്നും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ട്രഡീഷണൽ ബിസിനസ്സിൽ ഡീലർ ആണ് അവിടെ രക്ഷപ്പെടുന്നത്. കൺസ്യൂമർ എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെ. ട്രഡീഷണൽ ബിസിനസ്സിൽ ഡീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനീന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് ഒരു ഡീലർഷിപ്പ്, ഡീലർ കോഡ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടുന്നത് ലീഡറാണ്. മറ്റിടത്തിൽ രക്ഷപ്പെടുന്നത് ഡീലർ ആണെങ്കിൽ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടുന്നത് ലീഡറാണ്. അപ്പം ഇന്ന് എന്നെ കേട്ടിട്ടുള്ള ഓരോ ആളുകളും ഞാൻ ആരാവണം എന്നുള്ള ഒരു ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് വരുന്ന മീറ്റിങ്ങിലും നാളുകളിൽ വരാനിരിക്കുന്ന മീറ്റിങ്ങുകളിലും നിങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്വം, എന്റെ ടീമിനെ ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടതാണ് എന്നുള്ള ആ ഒരു ബോധം നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് എന്നെ കേട്ടിരുന്നിട്ടുള്ള ഈ പറയുന്ന 300 സംതിങ് ആളുകൾക്കും നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്നും ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മൈലേജ്. Recording stopped.